മറുനാടൻ മലയാളി ഈ സമയത്ത് ഒരു വാർത്ത ചെയ്യാണ്. ഈ മറുനാടൻ മലയാളിയുടെ ഒരു സ്വഭാവം, അദ്ദേഹം പലപ്പോഴും കേന്ദ്രത്തിലെ BJP സർക്കാരിനെ അനുകൂലിക്കുന്നു, മോഡിയെ അനുകൂലിക്കുന്നു, അമിത്ഷായെ അനുകൂലിക്കുന്നു, അജിത് ഡോവലിനെ പുകഴ്ത്തി പറയുന്നു. പക്ഷെ അത് അതൊക്കെ കേരളത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹം അതിന്റെ പ്ലേറ്റ് മാറ്റുന്നു. ഇതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവത്തെയും കേരളത്തിലെ കോൺഗ്രസിന് അനുകൂലമായി തിരിച്ചുവിടാൻ വേണ്ടി കോൺഗ്രസിന്റെ ഏജന്റ് ആയിട്ടാണ് മറുനാടൻ ഖർഗെ പ്രവർത്തിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരെ വികാരമുണ്ടായതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് യാതൊരു ക്ഷീണവുമില്ല. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? സുരേന്ദ്രനെ മാറ്റണം, കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് പ്രശ്നമാണ്, BJP ഭരണഘടന ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മറുനാടനാണ് പറയുന്നത്. ഒരാൾക്ക് അധികം ടേം കൊടുക്കാൻ പാടില്ല, ആരൊക്കെ പ്രസിഡന്റ് ആവണം, ആര് സ്ഥാനാർത്ഥികളാവണം. അപ്പം തമിഴ്നാട്ടിലെ BJP നടത്തുന്ന സമരത്തെ പുകഴ്ത്തിക്കൊണ്ട് ചെയ്യുന്ന വാർത്തയിൽ പോലും കേരളത്തിലെ BJP നേതൃത്വത്തെ കുത്തുന്നത് എന്തുകൊണ്ടാണ്? അത് കേരളത്തിൽ CPM-നെതിരായി ഉണ്ടായിരുന്ന വികാരത്തിന്റെ ഗുണം മുഴുവൻ കോൺഗ്രസിന് കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു BJP അനുഭാവികളായ ആളെ പറ്റിക്കാൻ വേണ്ടി മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന കോൺഗ്രസ് ഏജന്റ് ശ്രമിക്കുന്ന ചെയ്തികൾ, അതായത് കേരളത്തിൽ പിണറായി വിജയൻ എങ്ങനെയാണ് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കി VD സതീശിനെയോ രമേശ് ചെന്നിത്തലയൊക്കെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ മറുനാടൻ ഷാജന്റെ താല്പര്യം.